എന്ന് പറയുന്ന മുസ്ലിം നേതാവിനെ അടക്കം കൂട്ടി മഹാത്മാഗാന്ധിജി പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണ്. ചരിത്രം പറയുന്നത് ഒരു ദിവസം, 2 ദിവസം, 3-ാമത്തെ ദിവസം മാത്രമാണ് മഹാത്മാഗാന്ധിജിയെ ഓർമ്മിച്ചുകൊണ്ട് ഈ ഗാന്ധിജിയുടെ ഈ അഹിംസാത്മകമായ സമരം അത് മനസ്സിൽ കണ്ടുകൊണ്ട് പശ്ചിമ ബംഗാളിലെ കുറേ നേതാക്കൾ അവിടത്തേക്ക് വരുന്നു, ജനങ്ങൾ വരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചിട്ട് അധികമായില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, പാകിസ്ഥാൻ്റെ നേതാക്കൾ എല്ലാവരും ഗാന്ധിജി ഇരുന്ന സ്ഥലത്തേക്ക് വന്നു. പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത ആണ്ടോടാണ്ട് കുറഞ്ഞു വരികയും ഗാന്ധിജി ഈ നാടിന് ചെയ്ത സംഭാവനകളെ ഗാന്ധിജി എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഗാന്ധിജിയുടെ ആദർശങ്ങൾ, ഗാന്ധിജി എന്താണ് നമ്മളോട് ഇതുവരെ പറഞ്ഞത്, അത് പുതിയ തലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറ വേണ്ടത്ര മനസ്സിലാക്കുകയോ അതിനനുസരിച്ച് പോവുകയോ ചെയ്യാത്ത ഒരവസ്ഥ ഇന്നും നമുക്കുണ്ട്. ഇത്തരം ദിനത്തിൽ നമുക്ക് കൂടുതൽ ചെറുപ്പക്കാരെ കൂടി ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഗാന്ധിജിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും, എന്താണ് ഒരു മനുഷ്യൻ എന്തായിരിക്കണം, എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത്, അവരെന്താണ് ഈ സമൂഹത്തിന് ഇത് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്യുക എന്നതാണ്. ഗാന്ധിജി ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം നമ്മുടെ നാടിന് പകർന്നു തന്ന ആ സ്നേഹവും ആ നന്മയും അഹിംസയുമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, അവരുടെ പ്രയാസങ്ങൾക്ക് ഒന്നിനൊന്നുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഗാന്ധിജി നടത്തിയ പ്രവർത്തനങ്ങൾ, 3-ലധികം ഭൂഖണ്ഡങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് അന്ന് അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല, പണമുണ്ടായിരുന്നില്ല, ഏതെങ്കിലും ഒന്നിൻ്റെ സ്വാധീനത്തിലായിരുന്നില്ല അദ്ദേഹം പ്രവർത്തിച്ചത്, ഒരു നേട്ടത്തിന് വേണ്ടിയുമായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ നാട് ഇതേപോലെ നിൽക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രപിതാവ് വഹിച്ച പങ്ക്, രാഷ്ട്രപിതാവായിട്ട് ഇന്ന് നിൽക്കുന്നത് അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ കൂടി ഫലമാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ 155-ാം ജന്മദിനം ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ അഹിംസാ ദിനമായിട്ട് ഇന്ന് ആചരിക്കുകയാണ്. നമുക്കറിയാം, ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചാൽ ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ നമ്മുടെ വരും തലമുറ ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അത്രത്തോളം മനുഷ്യസ്നേഹിയും ത്യാഗം കൊണ്ട് മാത്രം, അഹിംസ കൊണ്ട് മാത്രം വലിയൊരു സമരമുഖത്തു നിന്ന് ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി